ഹായ് ഓൾ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വാക്കാണ് തൂ. തൂവിൻ്റെ അർത്ഥം നീ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം നമുക്ക്. നീ നടക്ക്, തൂ ചൽ, നടക്കുക എന്ന് വെച്ചാൽ ചൽന. അപ്പോൾ അത് നീ നടക്ക് എന്നായപ്പോൾ എന്തായി? തൂ ചൽ എന്നായി. നീ വാ, വരുക എന്ന് വെച്ചാൽ ആന. അപ്പോൾ തൂ ആ എന്നാണ് നീ വാ എന്ന് പറയുമ്പോൾ. നീ പാട്, ഗാന എന്നുള്ളത് തൂ ഗാ എന്നായി. അതുപോലെ തന്നെ ഉറങ്ങുക എന്ന് വെച്ചാൽ സോന. അപ്പോൾ നീ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ തൂ സോ. പിന്നെ വിളിക്കുക, ബുലാന. അപ്പോൾ നീ വിളിക്കുക എന്ന് പറയുമ്പോൾ തൂ ബുല എന്നായിട്ട് മാറി. അപ്പോൾ ഈ തൂ എന്ന വാക്ക് നമ്മൾ ഹിന്ദിയിൽ ഇപ്പം നീ എന്നുള്ള അർത്ഥം ഉണ്ട് എന്ന് പറഞ്ഞാലും അധികം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല. കൂടുതലും തും എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക. ഇനി എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് കുറച്ച് പവറുള്ള സ്ഥലത്ത്, ഒരാളുടെ അടുത്ത് ഇപ്പോൾ ആജ്ഞാപിക്കാനുള്ള ഒരു അധികാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ വാക്ക് ഉപയോഗിക്കുക. ഇപ്പം പാരൻസ് മക്കളെ ചിലപ്പോൾ തൂ എന്ന് വിളിക്കാറുണ്ട്. അതായത് തൂ ഇധറ, തൂ വഹാ ജാ അങ്ങനെയൊക്കെ പറയും. പിന്നെ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട് എന്നല്ലാതെ സാധാരണയായിട്ട് തൂ അധികം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല. ഇപ്പോൾ കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും നിങ്ങൾ പെട്ടെന്ന് കണ്ട് ഒരു ദിവസം പരിചയമുള്ള ആളെ ചിലപ്പോൾ പോയിട്ട് തൂ ആ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ കൂടുതലും നമ്മൾ തും എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക. പക്ഷെ നമ്മളൊരു ഓർഡറിൽ ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ട് തൂ എന്ന വാക്ക് മായ്ക്ക് ശേഷം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു എന്ന് മാത്രം. അപ്പോൾ ഖാന എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിക്കുക. അങ്ങനെയാണെങ്കിൽ നീ കഴിക്കൂ എന്നത് ഹിന്ദിയിൽ എങ്ങനെയാണ്, ആ സെൻറ്റൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് താഴെ ഒന്ന് കോമെൻറ്റ് ചെയ്യാം കേട്ടോ. അത് ഒരു ആക്ടിവിറ്റി പോലെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നീ കഴിക്കൂ എന്നുള്ളത് ഇപ്പോൾ പഠിച്ചതനുസരിച്ചിട്ട് എങ്ങനെയാണ് ആ സെൻറ്റൻസ് വരിക എന്ന് താഴെ ഒന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ.